ഒരു ലോട്ടറി അടിക്കുമെന്നുള്ള പ്രതീക്ഷയല്ലേ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ഒരു ബമ്പർ പ്രൈസോ ഒരു ഫസ്റ്റ് പ്രൈസോ ഒക്കെ അടിക്കാനായിട്ട് കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു ബമ്പർ പ്രൈസോ ഒരു ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസോ ഒക്കെ അടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ ഗുണം കാത്തിരിക്കാനുള്ള ഗുണമാണ്. ബമ്പർ അടിച്ച വ്യക്തികളെ നോക്കി നമ്മൾ പറയാറുണ്ടല്ലേ, ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനായവെന്ന് അല്ലേ? ശരിക്കും അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 60 വയസ്സൊക്കെ ആയിട്ടാണ് ബമ്പർ അടിക്കണമെങ്കിൽ ഈ 60 വയസ്സ് വരെ അയാൾ കിടന്നു വന്ന അവസ്ഥ, അയാൾ ഫേസ് ചെയ്ത സാഹചര്യം അല്ലേ? ഒരാളും ഒരു സുപ്രഭാതത്തിലും കോടീശ്വരനാവണില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി അടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരു ഫസ്റ്റ് പ്രൈസ് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആദ്യം വേണ്ട മെൻറ്റാലിറ്റി കാത്തിരിക്കാനുള്ള മെൻറ്റാലിറ്റി തന്നെയാണ്. പരാജയങ്ങളും നഷ്ടങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയവർക്ക് വിജയമെന്ന ലഹരിയിലെത്താൻ സാധിക്കുകയുള്ളൂ. കുറച്ചൊക്കെ ലോട്ടറി എടുത്തിട്ടെ അടിക്കാതാവുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരായിരിക്കരുത്. 60 വയസ്സിൽ ലോട്ടറി അടിച്ച ഒരു വ്യക്തി, അയാൾ ഈ 60 വയസ്സാകണ വരെ അയാൾ എത്രമാത്രം ലോട്ടറികൾ എടുത്തിട്ടുണ്ടാവും അല്ലേ? അതിൽ 100 രൂപ പോലും പ്രൈസ് വിൻ ചെയ്യാത്ത ലോട്ടറികൾ ഉണ്ടാവൂലേ? പക്ഷേ ഒരു ബമ്പർ പ്രൈസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസ്, അത് ആ റിസൾട്ട് നോക്കുന്ന സമയമല്ലേ, ഇതുവരെ അയാൾ ഫേസ് ചെയ്ത ആ ഒരു തോൽവിയും ആ ഒരു പരാജയമൊക്കെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അയാളുടെ മുന്നിൽ മാറുമല്ലേ? പിന്നെ അത് അയാൾ ഓർക്ക പോലും ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ബമ്പർ പ്രൈസ് അടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരാജയങ്ങളെ ഏറ്റുവാങ്ങാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വേണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരികെ കിട്ടില്ല, അതൊരു മുടിയിഴയാണെങ്കിൽ പോലും. പക്ഷേ നഷ്ടപ്പെട്ടിടത്തുനിന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴേ ചിലതെല്ലാം കാലം നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാവും. അതിലും മനോഹരമായ ചിലതെല്ലാം നമ്മളെ തേടി വരും. ഇതൊരു പ്രകൃതി നിയമമാണെന്നേ. ചിലരൊക്കെ പറയണത് കേട്ടിട്ടില്ലേ, ഈ 40 രൂപ കുറുക്കയിലിട്ടിരുന്നെങ്കിലേ ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ആയേനേന്. ഇപ്പോൾ ഒരു 40 രൂപ തന്നിട്ടേ എന്താ ഒരു ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രൈസ് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിലല്ലേ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട വിശ്വാസം എനിക്കൊരു ലോട്ടറി അടിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ്. ചിന്തകൾക്കൊരു പ്രാധാന്യം ഉണ്ടെന്നേ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതൊരു കാന്തം പോലെ ആകർഷിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുകൊണ്ട് അടിക്കില്ല, കിട്ടിയ കിട്ടി, പോയാൽ പോയെന്നൊക്കെ വിചാരിച്ചാണ് ലോട്ടറി എടുക്കണമെങ്കിൽ അത് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. എനിക്കിതിലൊരു പ്രൈസ് ഉണ്ട്, എനിക്കൊരിക്കൽ ബമ്പർ അടിക്കും, ഒരു ദിവസം എൻ്റെ ഫേസും ന്യൂസ് പേപ്പറിൽ കാണും, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തോടെ എടുക്കണമെങ്കിൽ, ഇതാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ, ലോട്ടറി അടിക്കുന്നത് സ്വപ്നം കാണുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരിക്കൽ അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. പലർക്കും ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ലോട്ടറി എന്ന് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷണമാണല്ലോ, അതുകൊണ്ട് തന്നെ ഭാഗ്യമുള്ളവർക്ക് ലോട്ടറി അടിക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. ലോട്ടറി അടിക്കാൻ ഭാഗ്യം വേണം, ഭാഗ്യം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനും അപ്പുറം കുറച്ച് നമ്പർ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയും കൂടി ഈസി ആയിട്ട് പ്രൈസ് വിൻ ചെയ്യാൻ സാധിക്കും. കുറച്ച് നമ്പർ ട്രിക്സൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാവുന്ന നമ്പർ ട്രിക്സാണ് അതെല്ലാം. ഇപ്പോൾ ചാനൽ നോക്കുക, നമ്പർ ട്രിക്ക് ക്യാച്ച് ചെയ്യുക, നമ്പർ ട്രിക്ക് നോക്കി ഓർഡർ എടുക്കുക, തീർച്ചയായിട്ടും അടിക്കും. ജൂലൈ മന്ത് എൻഡിൽ ബമ്പർ ലോട്ടറി വരുന്നുണ്ട്. ബമ്പർ ലോട്ടറിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സ് അത് പറഞ്ഞു തരാം, കുറച്ച് നമ്പർ ട്രിക്സ് അതെല്ലാം പറഞ്ഞു തരാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കുറച്ചധികം പേര് വീഡിയോ കാണാനുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.